മീഡിയ വൺ സൂപ്പർ കപ്പ് ഫൈനലിൽ ഖത്തർ സ്പോർട്സ് ക്ലബ്ബ് സ്റ്റേഡിയം വേദിയാകും. കലാശപ്പോരിന് കൂടുതൽ ആരാധകരെ ഉൾക്കൊള്ളിക്കുന്നതിനാണ് മത്സരം ദോഹ സ്റ്റേഡിയത്തിൽ നിന്നും മാറ്റുന്നത്. ദോഹയിൽ നിന്നും ഫൈസൽ ഹംസയുണ്ട്. ഫൈസൽ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? 1.5 മാസമായി ദോഹ സ്റ്റേഡിയത്തിൽ നടന്നു വന്ന വെസ്റ്റേൺ യൂണിയൻ സിറ്റി എക്സ്ചേഞ്ച് ട്രോഫിക്ക് വേണ്ടിയുള്ള മീഡിയ വൺ കിഫ് സൂപ്പർ കപ്പ് അതിൻ്റെ കലാശപ്പോരിലേക്ക് കടക്കുകയാണ്. വലിയ സജ്ജീകരണങ്ങളാണ് ഫൈനലിനായി സംഘാടകർ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ കിഫിൻ്റെ ഫുൾ ടീം നമുക്കൊപ്പമുണ്ട്. ഷർഫി ഹമീദ്, കിഫിൻ്റെ പ്രസിഡന്റ്. ശരിക്കും ഇന്നത്തെ ഒരു ഗ്യാലറി നമുക്കറിയാം, ആളുകളെല്ലാം ഇരിപ്പിടങ്ങളില്ലാതെ പുറത്തിറങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സെമി ഫൈനലിൽ തന്നെ. ഫൈനൽ വരുമ്പോൾ ഈ ഒരു അവസ്ഥ ഉറപ്പായിട്ടും ഇതിൽ കൂടുതലായിരിക്കും. എന്താണ് അതിന് ഒരു പരിഹാരം? എന്താ? തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ ഇപ്രാവശ്യം കിഫ് തുടക്കം മുതൽ തന്നെ ഗാലറിയിൽ വലിയൊരു ജനപങ്കാളിത്തമാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു ആവേശം അതിൻ്റെ ഒരു 10 ഇരട്ടിയിൽ ഖത്തർ സ്പോർട്സ് ക്ലബ്ബിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്കാണ് നമ്മളെ മത്സരങ്ങൾ തുടങ്ങുന്നത്. ഫൈനൽ അപ്പോൾ ഖത്തർ സ്പോർട്സ് ക്ലബ്ബിലാണ് നമ്മൾ നടത്തുന്നത്? അതെ, ഖത്തർ സ്പോർട്സ് ക്ലബ്ബിലാണ്. കാരണം ഇവിടെ ഈ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. ഇവിടെ ഉൾക്കൊള്ളാൻ കഴിയില്ല ആരാധകരെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അവിടെ നമുക്കൊരു 15,000-ഓളം ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റും. എല്ലാ കാണികളും 6 മണിക്ക് മുന്നേ തന്നെ വന്നവരുടെ ഇരിപ്പിടം ഉറപ്പുവരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഫൈനലിൽ വല്ല സർപ്രൈസ് ഉണ്ടോ? തീർച്ചയായിട്ടും മീഡിയ വണ്ണുമായിട്ട് കൈകോർക്കുന്ന നമ്മുടെ ആദ്യത്തെ സംരംഭം എന്ന നിലയ്ക്കും 15ാമത് എപ്പിസോഡ് എന്നുള്ള രീതിയിലും നമ്മൾ ഫൈനലിന് വളരെ പ്രശസ്തരായ 1-2 പേരെ നമ്മൾ അണിനിരത്തുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിലൂടെ മലയാളികളുടെ ഹൃദയത്തിൽ കടന്നു കയറിയ ഇവാൻ മുക്കോവിച്ച്, അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഇവിടെ ഉണ്ടാകും. അതുപോലെ കഴിഞ്ഞ ഫിഫ വേൾഡ് കപ്പ്, ഖത്തറിൽ നടന്ന ഫിഫ വേൾഡ് കപ്പിലെ അംബാസിഡറായിരുന്ന ഖാനം അൽ മുഫ്തയും ഈ ഒരു പരിപാടിയിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണീയതയായിട്ട് പറയാനുള്ളത്. നമ്മളെ ചീഫ് ഗസ്റ്റായിട്ട് ബഹുമാനപ്പെട്ട ഇന്ത്യൻ അംബാസിഡറാണ് വരുന്നത്. അതുകൂടാതെ ഖത്തറിലെ വിവിധ മന്ത്രാലയങ്ങളിൽ നിന്നും അതിൻ്റെ ടോപ്പ് റാങ്കിലുള്ള പല ഉദ്യോഗസ്ഥരും വരാമെന്ന് ഏറ്റിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഈ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ ഖത്തറിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി കൊടുക്കുന്ന ഒരു ആദരം കൂടായിട്ടാണ് നമ്മൾ ഫൈനലിൽ നമ്മൾ കാണുന്നത്. നേരത്തെ തന്നെ കാണികളൊക്കെ അവിടെ വന്ന് സ്ഥലം പിടിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. 6 മണിയോടുകൂടി നമ്മുടെ ഈ പരിപാടികൾ തുടങ്ങും. ആദ്യമായി ടൂർണമെൻറ്റ് ഉദ്ഘാടനം കഴിയുമ്പോൾ ഒരു കളി ഉണ്ടായിരുന്നു. ആ കളി തൃശ്ശൂർ ജില്ലാ സൗഹൃദവതിയും KMCC മലപ്പുറമായിരുന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ മീഡിയ വൺ സൂപ്പർ കപ്പിൻ്റെ അവസാനത്തിലും ഫൈനൽ വിഷിൽ മുഴങ്ങുമ്പോഴും ഈ 2 ടീം തന്നെയാണ് ഫൈനൽ വരുന്നത് എന്നുള്ളതോട് ആരാധകരോട് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഈ 2 ടീമിനെയും വളർത്തിയതിൽ ഒരുപാട് പങ്ക് ഖത്തറിലെ ഫുട്ബോൾ പ്രേമികൾക്കുണ്ട്. ഫൈനലിൽ നമ്മൾ ഇതുവരെ കണ്ട കളികൾ അതിൻ്റെ ഒരു 10 ഇരട്ടി ആവേശത്തോടുള്ള കളിയാണ് ഫൈനലിൽ വരാൻ പോകുന്നത്. ഒരു പ്രത്യേക ഉദാഹരണം പറയാം, നമ്മൾ ഈ ലൈവായിട്ടും മറ്റുള്ള ഇതിൻ്റെയൊക്കെ വ്യൂവേഴ്സിൻ്റെ എണ്ണം വളരെയധികം വർദ്ധിച്ചു. ഓരോ കളിയോടും വർദ്ധിച്ചു വരും. അതായത് കളിയോടുള്ള ആവേശവും കളിയോടുള്ള അധിനിവേശവും വളരെ വർദ്ധിച്ചു വരുന്നത്. തീർച്ചയായും ഫൈനലിൽ ഒരു 10,000-ൻ്റെ മേലെ 15,000-ൻ്റെ അടുത്തുള്ള കാണികളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരിക്കും സൂപ്പർ ലീഗ് കേരളയിൽ കളിച്ച താരങ്ങൾ വരെ ഇവിടെ വന്നിട്ട് പന്ത് തട്ടുന്നു. ശരിക്കും ആ ഒരു ടൂർണമെന്റിന്റെ ഒരു മികവ് ശരിക്കും അത് ഉയർത്തി. തീർച്ചയായിട്ടും അതിൽ നമുക്ക് ഓരോ കളികളും കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവരുടെ ആ പ്ലേയേഴ്സ് അതിൽ കളിക്കുന്നതിൻ്റെ ആ ഒരു ഇതിനെ ശരിക്കും ഫീൽ ചെയ്യും. നമുക്കറിയാം എക്സലൻ്റ് ആയിട്ട് തന്നെ എല്ലാ ടീമുകളും പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കളിരപ്പുറം തന്നെ ഈ നമ്മളെ പ്രത്യേകിച്ച് മലയാളി കമ്മ്യൂണിറ്റികളുടെ ഒരു സ്നേഹം പങ്കിടലും ഒരു സാഹോദര്യം പുതുക്കലിനും കൂടെ കിഫിൻ്റെ ഫൈനൽ വേദി സാക്ഷ്യം വഹിക്കാറുണ്ട്. അതായത് വേറിട്ട പോരാട്ട ഗ്രൗണ്ടിൽ നടക്കും. ഗാലറിയിൽ സൗഹൃദം പുതുക്കലും ആരവങ്ങളും എല്ലാം ഉണ്ടാകും. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഡിസംബർ 13-ന് ഖത്തർ മലയാളികളുടെ ഫുട്ബോൾ ആരവങ്ങളുടെ ആവേശത്തിന്റെ കാഴ്ചകൾ നമുക്ക് അവിടെ കാണാം. തൃശ്ശൂർ ജില്ലാ സൗഹൃദവേദിയും KMCC മലപ്പുറവും ഏറ്റുമുട്ടുന്നു. ദോഹ സ്റ്റേഡിയത്തിൽ നിന്നും ഫൈസൽ ഹംസ, മീഡിയ വൺ.